ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു 16 വർഷം. ഞാൻ തിരിച്ചു വന്നിരിക്കും. അതോടെ നീ സ്വപ്നം കാണുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകും. ഇളക്കി മറിക്കും ഞാൻ. എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യം അതുമാത്രമാണ്. അവിടെയും നിനക്ക് തെറ്റുപറ്റി പ്രതാപ. ഗോപിയേട്ടന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു ശേഖരേട്ടൻ. പുറത്തിറങ്ങിയാൽ അയാൾ ഗോപിയേട്ടനെ അന്വേഷിക്കാതിരിക്കില്ല. ഗോപിയേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ ഇവിടെ വരേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ അയാൾ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ സന്യാസം സ്വീകരിച്ച് ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിക്കാൻ പോകുമെന്ന് ആരും കരുതണ്ട. ശേഖരൻ ഒരിക്കലും ശേഖര സ്വാമികളാവില്ല. ഹിംസയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം. ശരി, ഞാനിപ്പോ എന്താ വേണ്ടത്? സെൻട്രൽ ജയിലിൽ പോയി ബഹുമാന്യനായ ശേഖർജി അന്തപുരം വിട്ട് പൊതുജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനായി എഴുന്നള്ളിയോന്ന് അറിയണം. അതടിയെ നോക്കിക്കോളാം. ഉത്തരവ്. പിന്നെ സെൻട്രൽ ജയിലിന്റെ പട്ടി പോവും. നീ തേടി നടക്കുന്ന, നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു മാജിക് ബോക്സില്ലേ, അത് വെറുമൊരു കളിപ്പാട്ടമല്ല. ചാരത്തിനുള്ളിലെ തീക്കനലാണത്. നിന്നെയും നിന്റെ കൂട്ടരെയും ഭസ്മമാക്കാനുള്ള ശക്തിയുണ്ടതിൽ. നിനക്കുള്ള ശിക്ഷ വിധിക്കാൻ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. തീർച്ചയായും വരും. സുശീലേച്ചി എന്തോ കാര്യമായ ആലോചനകളാണെന്ന് തോന്നുന്നല്ലോ. അമേരിക്കയിലേക്ക് പറക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഏയ്, സുശീല ഉടനെയൊന്നും തിരിച്ചു പോകുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടേ മടക്കയാത്രയുള്ളൂ. അല്ലേ സുശീലേ? അതെ പ്രഭേച്ചി. എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു വ്യക്തത വരുത്തിയിട്ടേ തീരുമാനത്തിലെത്താൻ പറ്റൂ. ആ കാര്യം ഞാൻ ആലോചിക്കുന്നത്. ഏത് കാര്യത്തിലാ സുശീലയ്ക്ക് വ്യക്തതയില്ലാത്തത്? അത് ചോദിക്കാൻ എന്തിരിക്കുന്നു? അളിയന്റെ ആയുസിന്റെ കാര്യത്തിലാ സുശീലേച്ചിക്ക് കൺഫ്യൂഷൻ. ഇപ്പൊ തിരിച്ചു പോയാലേ അളിയന്റെ മരണവാർത്ത അറിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് പറക്കണ്ടേ? ധനനഷ്ടവും മെനക്കേടും. ആർക്കായാലും ടെൻഷൻ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും, അല്ലേ സുശീലേച്ചി? വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്? നീ എന്നെ കുറിച്ച് എന്താ കരുതിയത് പ്രതാപ? ഗോപിയേട്ടൻ എത്രയും വേഗം മരിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ? അത് കള സുശീലേ. നാവിന് എല്ലില്ലാത്തത് കൊണ്ട് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന അവന്റെ രീതി. ഒന്നും മനസ്സിൽ വെച്ചോണ്ട് പറയുന്നതല്ല. അതെ, പ്രഭേച്ചി പറഞ്ഞത് സത്യമാ. ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അതെന്താ സുശീലേ കൊള്ളിച്ചൊരു വർത്തമാനം? ആരെന്ത് മനസ്സിൽ വെച്ചോന്നാ സുശീല പറയുന്നേ? ആ ജതിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. വിശാലിനെ ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ഇവിടെ താമസിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? കൂടെ കഴിഞ്ഞ ജാസ്മിന് പോലും അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയോ? അതാ ഞാൻ പറഞ്ഞത്, ആരുടെയും മനസ്സ് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലിരിപ്പും. അത് സുശീലേച്ചി പറഞ്ഞത് 101% ശരിയാ. പ്രത്യേകിച്ച് ആ അടുക്കളക്കാരിയുടെ മനസ്സ്. എന്റെ അമ്മോ, അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയില്ല. ജാസ്മിനെ അറസ്റ്റ് ചെയ്യിക്കാൻ കരുക്കള് നീക്കിയവള് ജതിനെ അറസ്റ്റ് ചെയ്തപ്പോ കണ്ണും മിഴിച്ച് നോക്കി നിന്നത് കണ്ടായിരുന്നോ? ജാസ്മിൻ പോയി അവളോട് മാപ്പ് പറഞ്ഞപ്പോ അവള് നിന്ന് ഉരുകുകയായിരുന്നു. ഉരുകണം, ഉരുകി ഒലിച്ച് മണ്ണോട് ചേരണം അവള്. ആ സാധു ജാസ്മിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവൾക്ക് തക്കതായി തിരിച്ചടി കൊടുക്കണം. അതിനാദ്യം അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം. എന്തുകൊണ്ട് അവൾ ജാസ്മിനെതിരെ തിരിയുന്നു, അവളുടെ അടുത്ത നീക്കം എന്താണ്, എല്ലാം നമുക്കറിയണം.
അത് സുശീല വിചാരിച്ചാ നടക്കും. ജതിന്റെ അറസ്റ്റോട് കൂടി സുശീല ജാസ്മിനെതിരാണെന്ന് അവൾക്ക് തോന്നണം. അല്പ സ്നേഹവാത്സല്യത്തോടെ അവളെ സമീപിച്ച മണി പോലെ അവൾ എല്ലാ കാര്യങ്ങളും പറയും. പറഞ്ഞു തന്നെ. ചേച്ചിക്ക് എന്താ പ്രാന്തുണ്ടോ? പഠിച്ച കള്ളി അവള്. നമ്മളിവിടെ ആലോചിക്കുമ്പോഴേ അവൾ അതവിടെ പ്രവർത്തിച്ചു കാണും. അതാ ഒരു പടി. അതായിക്കോട്ടെ. പ്രഭേച്ചി പറഞ്ഞതുപോലെ അണുനയ രൂപേണ ഒരു സമീപനം നടത്തി നോക്കാം. എന്തെങ്കിലും വീണ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഡൈനിങ് ടേബിളും തുടച്ചോണ്ട് അവിടെ നിപ്പുണ്ട്. പ്രതാപ, ഇതിൽ നിന്നും നിനക്ക് എന്ത് മനസ്സിലായി? സുശീലേച്ചി ഒരു പാവയാണെന്ന്. കീ കൊടുത്താൽ ചലിക്കുന്ന ഒരു കളിപ്പാട്ടം. അതല്ലടാ മണ്ട. ജാസ്മിന്റെ കാര്യത്തിലോ നമ്മുടെ കാര്യത്തിലോ സുശീലയ്ക്ക് ഒരു തരത്തിലുള്ള സംശയവും ഇല്ല. ഇപ്പോഴും അവള് നമ്മുടെ പക്ഷത്ത് തന്നെയാ. ഓ അങ്ങനെ. പാർവതി. അപ്പച്ചി. അപ്പച്ചി, നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോ ശരീരത്തിലൂടെ ആട്ടാമ്പുഴ എഴഞ്ഞു പോകുന്നൊരു ഫീലായിരുന്നു എനിക്ക് ഇന്നലെ വരെ. പക്ഷെ ഇന്നങ്ങനെയല്ല. സ്ഥാനം വെച്ച് നോക്കുമ്പോ ഞാൻ ശരിക്കും നിന്റെ ആന്റി തന്നെയാ. പക്ഷെ ഇനി അങ്ങനെ വിളിക്കുമ്പോ എന്താ പാർവതിന്ന് ഞാൻ തിരിച്ചു ചോദിക്കണമെങ്കിൽ എന്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരണം. അപ്പച്ചിയുടെ സംശയങ്ങൾ തീർത്തു തരാനുള്ള അറിവും ബോധമൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു നാട്ടിൻപുറത്തുകാരിയല്ലേ. അപ്പച്ചി ജനിച്ചു വളർന്ന സാഹചര്യമൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അമേരിക്ക എന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേൾക്കുന്നത് പോലും. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ ജനിച്ചു വളർന്ന് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ എനിക്ക് പാർവതിയിൽ നിന്ന് ഒന്നും പുതിയതായി പഠിക്കാനില്ല. എന്നാലും നിന്നിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായ ഈ കുടുംബത്തിലെ ചില കാര്യങ്ങളുണ്ട്. പഴയ കാര്യങ്ങളല്ല, വിശാലിന്റെ ഭാര്യയായി നീ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ. അപ്പച്ചി ചോദിച്ചോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം. നീ ഇരിക്കൂ. ഉദയന്നൂർ എന്ന ഗ്രാമത്തിലെ ദാരിദ്ര്യത്തിൽ നിന്നും സർവ്വ സുഖ സൗകര്യങ്ങളുള്ള പട്ടണത്തിലെ ഗായത്രി വില്ലയിലേക്ക് വലതുകാല് വെച്ച് വിശാലിന്റെ ഭാര്യയായി വന്ന നിന്നെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ചില മുൻവിധികൾ മാറ്റി എഴുതപ്പെട്ടപ്പോ സംശയങ്ങളുടെ എണ്ണം കൂടി. ആദ്യത്തെ സംശയം, വിശാലിന്റെ ഭാര്യയായി ഇരുന്നിട്ടും ഭർത്താവായ വിശാലിനെ മറ്റൊരു വിവാഹത്തിന് നീ നിർബന്ധിച്ചതെന്തിന്? എന്താ ചോദ്യം മനസ്സിലായില്ലേ? എനിക്ക് മാത്രമല്ല ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത്. ഗോപിയേട്ടനും അമ്മയ്ക്കും, എന്തിന് വിശാലിന് പോലും അതിനുത്തരം അറിയണമെന്നുണ്ട്. പറയേ. അപ്പച്ചി, നമ്മൾ അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ മുമ്പില് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങുമ്പോ എന്താ പ്രാർത്ഥിച്ചെന്ന് ഒരാള് ചോദിച്ചാ നമ്മൾ സത്യം പറയോ? ഇല്ല. എല്ലാവർക്കും നന്മ വരണം എന്നാ പ്രാർത്ഥിച്ചെന്ന ഒരൊറ്റ ഉത്തരം. അതുപോലെ ഒരു ഉത്തരമേ അപ്പച്ചിയുടെ ചോദ്യത്തിന് എനിക്ക് തരാൻ കഴിയൂ. വിശാൽ സാറിന്റെ നന്മ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ എന്ന ദോഷത്തിൽ നിന്നും ഒരു മോചനം. ശരി, സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ജാസ്മിനെ വിശാല് വിവാഹം ചെയ്യരുതെന്ന് നീ പറയുന്ന എന്തിനാ? അത് ജാസ്മിൻ സതുദ്ദേശത്തോടെയല്ല ഈ വിവാഹത്തിന് ഒരുങ്ങിയതെന്ന് എനിക്ക് തോന്നി. അവൾക്ക് ആവശ്യം വിശാൽ സാറിനെ അല്ല, സാറിന്റെ സമ്പത്ത് മാത്രം മതി. പ്രഭേച്ചി, അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ വിശാലിന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കൂ? അവന്റെ വളർത്തമ്മയല്ലേ പ്രഭേച്ചി?
പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ എന്ന് വിശാൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്റെ രണ്ടാമത്തെ സംശയം, വിശാലിനെ കൊല്ലാൻ വേണ്ടി ഫ്ലവേഴ്സിൽ സ്ലോ പോയിസൺ സ്പ്രേ ചെയ്തു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? മനസ്സിലായി, അത്ര തന്നെ. അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ എനിക്കറിയില്ല. പക്ഷേ എന്റെ സംശയം ശരിയായിരുന്നെന്ന് ഇപ്പൊ അപ്പച്ചിക്ക് മനസ്സിലായില്ലേ? ജതിൻ കുറ്റസമ്മതവും നടത്തിയില്ലേ? അപ്പൊ പ്രഭേച്ചയ്ക്ക് ജാസ്മിന്റെ സ്വഭാവവും അവളുടെ ലക്ഷ്യവും നേരത്തെ അറിയാമായിരുന്നില്ല. ജതിന്റെ അറസ്റ്റോടെയാവും ഒരുപക്ഷെ പ്രഭേച്ചയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുക. നിനക്കെന്താ തോന്നുന്നേ? ഞാൻ എന്ത് പറയാനാ? അപ്പച്ചി നേരത്തെ പറഞ്ഞതുപോലെ വിശാൽ സാറിന്റെ ഭാര്യയായി ഞാൻ ഇവിടെ വന്നതിന് ശേഷമേ എനിക്ക് അമ്മയെ അറിയൂ. പക്ഷേ അതിനു മുൻപേ അപ്പച്ചിക്ക് അമ്മയെ അറിയാലോ. അപ്പച്ചിക്ക് അറിയാവുന്ന അത്രയും അമ്മ എനിക്ക് അറിയില്ല. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഞാനെന്നാ അങ്ങോട്ട് ചെന്നോട്ടെ. വിശാൽ സാറ് തിരക്കിലാണോ? പിന്നെ ഭയങ്കര തിരക്കാ. ഓ, എന്നാലേ ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് വരാം. അല്ലല്ല, അതല്ല. ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ തന്നെ ചെയ്ത് തീർക്കേണ്ടി വരുമ്പോ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. ഒന്ന് സഹായിക്കാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ. ഞാൻ സഹായിച്ചേനെ, പക്ഷേ അടുക്കള ജോലി ഒഴിഞ്ഞിട്ട് നേരം വേണ്ടേ? നീ എന്നെ ഓഫീസ് ജോലിയിൽ സഹായിക്കാന്നോ? കൊള്ളാം കൊള്ളാം. എടീ, മലയാളത്തില് 4 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത നീയ് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസ് ഫയലുകൾ നോക്കാൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞാലേ പിന്നീട് ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? ദേ, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കച്ചവടം ചെയ്യാനേ എഴുതാനും വായിക്കാനും അറിയണമെന്നൊന്നുമില്ല. വായിലെ നാക്കിന് ഗുരുത്വം ഉണ്ടായാ മതി. കച്ചവടോ? ഞാനെന്താ ഇവിടെ കടലക്കച്ചവടം നടത്തുകയാണെന്നാണ് നീ എഴുതിയിരിക്കുന്നത്? അതോ അടക്കിയ കച്ചവടം? അതെ, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഉദയനൂരേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പള്ളിക്കൂടങ്ങളൊന്നും ഇല്ലായിരുന്നു, അതാ. പിന്നെ ഉണ്ടായിരുന്നെങ്കിലേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞങ്ങ് തകർത്തേനെ. പാർവതി മാഡം. ഞാൻ പോവാ. പാർവതി നിക്ക്. അങ്ങനെ അങ്ങ് പോവല്ലേ? അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മറന്നുപോയി. ഞാൻ മനസ്സിലാക്കിയ എനിക്കറിയാവുന്ന എന്റെ പാർവതി അത്ര പെട്ടെന്നൊന്നും മറക്കുന്നവളല്ല. ആ പാർവതി എന്നില്ലേ ഈ പാർവതി? അയ്യോ, ഇനിയിപ്പോ ആള് മാറിപ്പോയോ? പിടിച്ചോ പിടിച്ചോ, ആ പാർവതി തന്നെയാ ഈ പാർവതി. ആണോ? ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഏതായാലും ആദ്യം നിന്റെ കാര്യം കേക്കട്ടെ, പറ. സാറിനെ കൊല്ലാൻ ശ്രമിച്ച ജതിനെ പോലീസ് പിടിച്ചോണ്ട് പോയതിനു ശേഷം ചിലർക്ക് മനംമാറ്റം ഉണ്ടായി തുടങ്ങിയോന്നൊരു സംശയം. ആർക്ക്? അമ്മയ്ക്കോ അതോ പ്രതാപനങ്ങളിനോ? ഇവർക്ക് രണ്ടുപേർക്കും അല്ല. പിന്നെ അപ്പച്ചിക്ക്. സുശീൽ ആന്റിക്ക് മനമാറ്റം ഉണ്ടായിരുന്നോ? നോ നോ, നെവർ. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല.
സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എന്റെ അടുത്ത് വന്നു, എന്നോട് ഇരിക്കാനും പറഞ്ഞു. അപ്പച്ചി എന്റെ കൂടെ ഇരുന്നു. ആദ്യമൊക്കെ എന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെന്നും ഇപ്പൊ അങ്ങനെ അല്ലെന്നും പറഞ്ഞു. എന്നിട്ട് ആന്റി പറഞ്ഞാലും നീ വിശ്വസിച്ചോ? ആന്റി അങ്ങനെ നിന്റെ അടുത്ത് വന്നെങ്കിലേ അതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അടുക്കളയിലേക്ക് പോയി. ആ, അതെന്തായാലും നന്നായി. ഇല്ലെങ്കിലേ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിന്റെ മനസ്സിലുള്ള എല്ലാം ഊറ്റിങ്ങെടുത്തേനെ. ഇനി സാർ എന്തിനാ എന്നെ കാണാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞേ? അതോ, അത് വേറൊന്നും അല്ല. പാർവതി, ദേ എന്നെ അന്വേഷിക്കുന്നു. പാർവതി, അവരൊക്കെ ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ടാവും. ഞാൻ താഴോട്ട് ചെല്ലട്ടെ. അല്ല പാർവതി, പറയട്ടെ. എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴത്തേക്കാണ് അവർക്കൊക്കെ പിടിക്കാൻ കണ്ട സമയം. മോളെ, ആ അച്ഛമ്മേ, ഞാൻ മോളെ ഒന്ന് കാണാൻ വരികയായിരുന്നു. എന്താ അച്ഛമ്മേ വിശേഷിച്ച്? വാ റൂമിലിരിക്കാം. വേണ്ട മോളെ, നിന്റെ ഭർത്താവ് വിനയനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. അവൻ എവിടെ പോയതാ? ഒഫീഷ്യൽ ടൂറാണെന്ന് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അതെന്താ, അവൻ നിന്നോടൊന്നും പറയാതെയാണോ പോയത്? എന്നോടൊന്നും പറയാറില്ലല്ലോ അച്ഛമ്മേ. അഥവാ എന്തെങ്കിലും പറയാൻ വന്നാ ഒടുവിൽ അത് വഴക്കിലേ കലാശിക്കൂ. ഞാൻ പാർവതിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാ കാരണം. പാർവതി വരുന്നതിന് മുമ്പ് നീയാ ഇവിടുത്തെ മരുമോളായി വന്നത്. വർഷങ്ങൾ എത്രയായി? ഞാനും ഗോപിയൊക്കെ ഇനി എത്ര നാളുണ്ടാവുമെന്ന് ആർക്കറിയാം. പ്രഭാവതി ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ മോളോട് ചോദിക്കട്ടെ? മോക്ക് വിഷമമൊന്നും തോന്നരുത്. പേരക്കുട്ടികളെ താലോലിക്കണമെന്ന് പ്രഭാവതിക്ക് ആഗ്രഹമില്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഗോപിയുടെ മകനല്ലെങ്കിലും വിനയ് ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരംഗമാ. വിശാലിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങൾ അവനെയും കാണുന്നത്. എന്താ മോളെ വൈകുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഒന്ന് പരിശോധിക്കെങ്കിലും ചെയ്യണ്ടേ? ഒരു താലി കഴുത്തിലേറിയ അവള് ഭാര്യയാകും. പക്ഷെ കുടുംബാവില്ലല്ലോ. പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുമ്പോഴല്ലേ അവൾ അമ്മയാകുന്നതും കുടുംബിനിയാകുന്നതും ഒക്കെ. എനിക്കങ്ങനൊരു ജീവിതം വിധിച്ചിട്ടില്ല അച്ഛമ്മ. ഈ കാര്യം പ്രഭാവതിക്ക് അറിയാമോ? അമ്മയ്ക്ക് ഇതൊക്കെ അന്വേഷിക്കാൻ എവിടെയാ സമയം? എങ്ങനെയും എന്താ അച്ഛമ്മയും മരുമോളും കൂടി രാത്രിയിലൊരു ചർച്ച? ഓ, എന്നെ എങ്ങനെ പുകച്ചു പുറത്ത് ചാടിക്കാമെന്നായിരിക്കും ആലോചിക്കുന്നത്. പ്രഭാവതി, എന്ത് കാര്യം സംശയത്തിന്റെ കണ്ണിലൂടെ നിനക്ക് കാണാൻ കഴിയുള്ളോ? ഒരർത്ഥത്തിൽ നീ പറഞ്ഞത് ശരിയാ. സംസാര വിഷയത്തിൽ നീയും ഉണ്ടായിരുന്നു. പക്ഷേ അത് നീ ഉദ്ദേശിച്ച തരത്തിലായിരുന്നില്ല. നിന്റെ മകൻ വിനയ് ഒരച്ഛനാകാത്തതിന്റെ കാര്യമാ ഞങ്ങൾ സംസാരിച്ചത്. ഓ, അപ്പൊ മെഡിക്കൽ ക്യാമ്പ് ആയിരുന്നു. എന്നിട്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ചോ? ഡി വിജയമ്മ ഡോക്ടർ എന്തു പറഞ്ഞു? കുറ്റം നിന്റെയോ അതോ എന്റെ മോന്റെയോ? തീർച്ചയായിട്ടും അവന്റെ കുറ്റം മാത്രമല്ലേ പറയൂ. കാരണം അവൻ എന്റെ മാത്രം മകനായി പോയല്ലോ. നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൽ ഓടി നടക്കുന്നത് കാണാനേ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയല്ലേ വിശാലിനെ കൊണ്ട് ഞാൻ ജാസ്മിനെ കല്യാണം കഴിപ്പിക്കുന്നത്. അതും പോരെങ്കിൽ വിപിനെയും ഞാൻ കെട്ടിക്കും. അതിന് നീ ഞങ്ങൾക്ക് വേണ്ടി വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട.
ആദ്യം നീ സ്വയം നന്നാകുക, എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കേ. നീ ഒരമ്മയല്ലേ? ഏതൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്നതേ കല്യാണ ശേഷം ഒരമ്മയാകണമെന്നല്ലേ? ആ ആഗ്രഹത്തെയാണ് നീ നശിപ്പിച്ചത്. പ്രഭാവതി, നീ ദൈവകോപം വിളിച്ചു വരുത്തുകയാ ചെയ്യുന്നത്. ഷടാ, ഞാൻ എന്ത് ചെയ്തെന്നായി പറഞ്ഞു വരുന്നേ? ഇവള് പ്രസവിക്കാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? അമ്മയാവാനുള്ള യോഗ അവൾക്കില്ലായിരിക്കും.